പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ പുറത്താക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ എപ്പോഴോ രാജിവെക്കേണ്ടതാണ്. രാജി പോലും വെക്കാതെ MLA ആയിട്ട് തുടരുന്ന ഒരു വ്യക്തിയെ പാലക്കാടുള്ള ജനങ്ങൾ ഇപ്പോഴും ചേർത്ത് പിടിക്കും. ഇന്നലെയൊക്കെ അദ്ദേഹത്തിനൊപ്പം ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരുപാട് സ്ത്രീകളെയൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹം എന്താണ് ഇങ്ങനെയെന്ന് ആലോചിച്ച് പോയിട്ടുണ്ട്. അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ അയാൾ ഇതിനു മുമ്പേ രാജിവെക്കേണ്ടതായിരുന്നു. ഇതുവരെ രാജിവെക്കാത്തതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളും നമുക്കറിയാലോ അദ്ദേഹം എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. ഒരു വളർന്നു വരുന്ന ഓരോ കുട്ടികൾക്ക് പോലും ഇങ്ങനെ ആവരുത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു വ്യക്തിത്വം കൂടിയായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങളൊക്കെ അടയാളപ്പെടുത്തുന്നത്. എന്നിട്ടും മുതിർന്ന നേതാവ് ഉൾപ്പെടെ കഴിഞ്ഞ ആഴ്ച പോലും രാഹുലിനെ വീണ്ടും സീറ്റ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് എന്താണ്? അവരൊക്കെ സന്ദേശമാണ് കോൺഗ്രസിലെ സ്ത്രീകൾ കൂടി നൽകുന്നത്. അവരെങ്ങനെയാണ് കോൺഗ്രസ് സ്ത്രീകളെ പരിഗണിക്കുന്നത്? അങ്ങനെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിനകത്ത് ഇനിയും അദ്ദേഹത്തിന് ഒരു സീറ്റ് കൊടുക്കുമെന്ന ഒരു വിചാരം എനിക്കില്ല. പ്രാഥമിക അംഗത്വത്തിൽ പോലും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് കോൺഗ്രസിനകത്ത് ഇനി ഒരു സീറ്റ് കൊടുക്കുന്നത്? ഏതെങ്കിലും നേതാക്കൾ പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രമാണ്, അതൊരു പാർട്ടിയുടെ അഭിപ്രായമല്ല എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇനി ഇരകളുണ്ട്, ഭയന്ന് പുറത്തു വരാതിരിക്കുന്ന ഇനി ഇരകളുണ്ടെന്ന് പറയുന്നു. അവർക്കൊരു ധൈര്യമാകും ഇപ്പോഴത്തെ കേസ് കൂടിയാകുമ്പോൾ? തീർച്ചയായിട്ടും ഇനിയും പുറത്തു വരാനുള്ള ഇരകൾ ഒരുപാടുണ്ട് എന്ന് വ്യക്തമായി അറിയാം. അവരൊക്കെ മുന്നോട്ട് വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇതുപോലെയുള്ള സമൂഹത്തിൽ രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല, സാഹിത്യ മേഖല, സിനിമാ മേഖല അടക്കമുള്ള ഇടങ്ങളിൽ ഇതുപോലെ വേട്ടക്കാരന്മാർ നിൽക്കുമ്പോൾ സ്ത്രീകൾ ധൈര്യമായിട്ട് മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യമാണ്. ഇതുപോലെ സ്ത്രീകളെ ചൂഷണം ചെയ്ത് പീഡനം ചെയ്ത് മുന്നോട്ട് പോകുന്ന വേട്ടക്കാരന്മാരെ